പ്രകാശ മാളു എവിടെ? ഞാൻ ഈ വഴിയെല്ലാം നോക്കി, ഇവിടെ ഒന്നും കാണാനില്ല. ഈശ്വരൻ, എന്റെ കൊച്ചിത് എവിടെ പോയാവോ? പ്രകാശ, അവളെ കണ്ടോ? കണ്ടില്ല ഏട്ടത്തി. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് പരിചയമുള്ള ഒരു പോലീസ് ഓഫീസർ ഉണ്ട്. പുള്ളിക്കാരിയെ ഞാൻ വിളിക്കട്ടെ? ഈ പോലീസ് എന്നൊക്കെ പറഞ്ഞ വല്ല പ്രശ്നമാവോ? ഒരു കുഴപ്പമില്ല അമ്മ. പുള്ളിക്കാരി ആണെങ്കിൽ നമുക്ക് മാളുവിനെ മോഹനെയൊക്കെ കണ്ടുപിടിക്കാൻ സഹായിക്കും. എന്ന് വിളിക്കേച്ചി. ഹലോ മോളി, ഞാൻ സുധയാണ്. ചെറിയൊരു പ്രശ്നമുണ്ട്, എനിക്ക് നിന്റെ സഹായം വേണമായിരുന്നു. ഞാൻ ഉള്ള സ്ഥലം ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചു തരാം. വേണ്ട വേണ്ട, നീ ഒറ്റയ്ക്ക് വന്നാൽ മതി. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഫാമിലിയാ. ശരി, ഓക്കെ. നിങ്ങൾ ആരും പേടിക്കണ്ട, അവള് വരും. മോഹനെ മാളുവിനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ മകളെയും കാണാനില്ല. നിങ്ങളുടെ കഥ കേട്ടിട്ട് ഈ പറഞ്ഞ സാധ്യതകളൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. ഒരുപക്ഷെ നിങ്ങളുടെ എക്സാം എഴുത്ത് തടയാനായിട്ട് ആവണിയുടെ ഹസ്ബൻഡ് തന്നെ മകളെ തടഞ്ഞു വെച്ചിട്ടുണ്ടാവും. എന്റെ മോനൊന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോ സാധ്യതകളാണല്ലോ അന്വേഷിക്കുന്നത്. മോഹൻ്റെ നമ്പർ സ്വിച്ച് ഓഫ് എന്നല്ലേ പറഞ്ഞത്? അതെ. എന്താണെന്ന് നമുക്ക് നോക്കാം. ആ നമ്പർ ഒന്ന് തരൂ. ഹലോ, ഞാൻ മോളിയാണ്. എനിക്കൊരു ഹെൽപ്പ് വേണം. ഞാൻ നമ്പർ അയക്കാം. അതിൻ്റെ ലാസ്റ്റ് സ്വിച്ച് ഓഫ് ആയ ലൊക്കേഷനും കോൾ ഡീറ്റെയിൽസ് എനിക്ക് വേണം. പിന്നെ ഞാൻ രണ്ടുപേരുടെ ഫോട്ടോസ് അയക്കുന്നുണ്ട്. അവർ രണ്ടുപേരും മിസ്സിംഗ് ആണ്. ദൂരെ എങ്ങും പോകാനുള്ള സാധ്യതയില്ല. നമ്മുടെ പെട്രോളിംഗ് ഉള്ളവർക്കൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കുക. ശരി, ഓക്കെ. ഇനി മോഹൻ്റെ മാളുവിൻ്റെ ഫോട്ടോസും അവരെ കാണാതായ നിമിഷത്തിൽ അവരിട്ടച്ച ഡ്രസ്സിൻ്റെ പാറ്റേണും കളറും എല്ലാം എനിക്ക് വേണം. ഇതൊക്കെ അവരെ കണ്ടുപിടിക്കാൻ പെട്ടെന്ന് സഹായിക്കും. സുധ, എനിക്ക് ഇവരോടൊക്കെ ഒന്ന് സെപ്പറേറ്റ് സംസാരിക്കണം. ഷുവർ, അത് ഞാൻ അറേഞ്ച് ചെയ്യാം. എനിക്കൊന്നും അറിയില്ല. അന്നേരത്തെ ദേഷ്യത്തിന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞതാ. പക്ഷേ അവൻ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. മാളു എവിടെയാ പോയെന്ന് എനിക്കറിയില്ല. വഴക്കെന്ന് പറഞ്ഞാ ചെറിയ ചെറിയ വഴക്കുകൾ ഉണ്ടാവാറുണ്ട്. എന്നിട്ടാണ് തൻ്റെ ചേട്ടൻ വീട് വിട്ടു പോയത്? ഏത് നേരം വഴക്കാ മേഡം. ഭാര്യയും ഭർത്താവും എല്ലാം വഴക്കാ. പിന്നെ അമ്പിളി എന്നൊരുത്തനുണ്ട്, അവന്റെ പേരിലാ കൂടുതൽ വഴക്ക്. ആരാ അമ്പിളി? കൊച്ചിരിക്കുമ്പോ എങ്ങനെയാ പറയാ മേഡം. മോഹനേട്ടൻ പോയത് ഏട്ടത്തിയുടെ കാര്യങ്ങൾ സഹിക്കാൻ വയ്യാതെയാണ്. മാളുവും ഇവരുടെ വഴക്ക് കണ്ട് സഹിക്കാൻ പറ്റാതെ പോയതെന്നാ അബി പറഞ്ഞത്. ആരാ അബി? മോനെ, അച്ഛനമ്മയും വഴക്ക് കൂടാറുണ്ടോ? കുറച്ചു ദിവസമായിട്ടുണ്ട്. അച്ഛനമ്മ എന്തിനാ വഴക്ക് കൂടുന്നത്? അമ്മ ജോലിക്ക് പോണ അച്ഛന് ഇഷ്ടമല്ല. അതെന്തുകൊണ്ടാ അറിയില്ല, പക്ഷേ നാളെ അമ്മയുടെ PSC എക്സാം ഉണ്ട്. അമ്മ എക്സാം എഴുതാതിരിക്കാൻ അച്ഛൻ ഇവിടെ ഒളിച്ചിരിക്കണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. മോൻ പേടിക്കണ്ട, അച്ഛനും ചേച്ചിയും ഉടനെ വരും. മോൻ അകത്തോട്ട് വയ്ക്കോ. അതിൻ്റെ അമ്മയോട് സംസാരിക്കട്ടെ. ശരി. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ